മോളെ മോനെ, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കും, തരും. എൻ്റെ കർത്താവ് തരും. ദൈവം സ്നേഹമല്ലേ? ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിന് സ്നേഹത്തിൽ നിന്നുകൊണ്ടല്ലേ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടല്ലേ അവൻ സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്ക് നിനക്കുമായിട്ട് തന്നത്. അങ്ങനെയെങ്കിൽ അവനോടുകൂടെ സമസ്തവും ഈശോ നമുക്ക് തരും. അങ്ങനെ തരുന്ന സമയമാണ്. അതുകൊണ്ട് നീ ചോദിക്ക്, നിനക്ക് എന്താ വേണ്ടത് ഈശോ ചോദിക്ക്. ആ സ്നേഹത്തിന്റെ സമ്പന്നതയിൽ എല്ലാം ഉണ്ടല്ലോ. രോഗസൗഖ്യം വേണോ? ഈശോയോട് ചോദിക്ക്. ആന്തരിക മനുഷ്യന് ഫലം വേണോ? ഈശോയോട് ചോദിക്ക്. ജോലി വേണോ? ഈശോയോട് ചോദിക്ക്. കുഞ്ഞുങ്ങളെ വേണോ? ഈശോയോട് ചോദിക്ക്. പക്ഷേ കുടുംബത്തിൽ ഹോസ്പിറ്റലിലും ICUലും വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്നവരുണ്ടോ? ചോദിക്ക്. ഈശോയോട് പറ, എൻ്റെ ഈശോയെ എനിക്ക് വേണം, നിന്റെ സ്നേഹത്തിൽ എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന എനിക്ക് താ. എൻ്റെ കുടുംബത്തിനായി നീ ഒരുക്കി വെച്ചിരിക്കുന്ന ഈശോയെ തരാൻ പറ, തരാൻ പറ. ഈശോ തരൂന്നേ. സ്നേഹം തന്നെയായ ദൈവത്തിന് തരാതിരിക്കാൻ പറ്റുമോ? സ്വന്തം പുത്രനെ നൽകിയ ദൈവത്തിന് അവനോടൊപ്പം ബാക്കിയുള്ളതൊക്കെ തരാതിരിക്കാൻ പറ്റുമോ? നീ ചോദിക്കുന്നതിനും യാചിക്കുന്നതിനും മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ടെങ്കിൽ ആ ദൈവത്തിന് തരാതിരിക്കാൻ പറ്റുമോ? വിശ്വസിക്ക്, ആ കർത്താവ് നിനക്ക് തരും. ആ ദൈവം നിനക്ക് തരുന്ന സമയമാണ്. ഈശോയെ, ഈശോയെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റണം, എനിക്ക് അല്പം കൂടി നിന്നോടുള്ള ബന്ധത്തിൽ വളരണം. എൻ്റെ ഈശോയെ എനിക്കൊരു ദൈവാനുഭവം തരാൻ പറ. എൻ്റെ ഈശോയെ നീ എനിക്ക് വേണ്ടിയാണ് കാൽവരിയിൽ പിടഞ്ഞു മരിച്ചതെന്ന് വിശ്വസിക്കാനുള്ള ഫലം തരാൻ പറ. യേശുവേ, ആ സ്നേഹത്തിന്റെ ആഴം അറിയാൻ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ആരെന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തും? പട്ടിണിയോ ദാരിദ്ര്യമോ ആപത്തോ വാളോ നഗ്നതയോ ആർക്ക് എന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റുമെന്ന്? കർത്താവേ, ആ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരെല്ലാം അറിയാൻ, അനുഭവിക്കാൻ എന്നെ നീ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതാണല്ലോ നിത്യമായ സ്നേഹം, അതാണല്ലോ പരിശുദ്ധമായ സ്നേഹം. ഈശോയെ, ഈ സ്നേഹത്തിൽ നീ എന്നെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. നിത്യനാടതിൽ ആമേൻ എന്നെ ചേർക്കുവാൻ, നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേരതിൽ വന്നിടുമേ. യേശുരാജനായി വന്നിടുമേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ. സത്യദൈവമേശുവിനെ ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ. സത്യദൈവമേശുവിനെ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിടും സ്നേഹത്തെക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. ലോകം നൽകിടും സ്നേഹത്തെക്കാൾ
കരങ്ങൾ രണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഇതാ ഈ അൾത്താരയിൽ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷം. കർത്താവേ, ഈ സ്നേഹത്തിൽ നീ ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനും വീണ്ടെടുത്തതിനൊക്കെ നന്ദി പറയുന്നു. ഈ സ്നേഹത്തിൽ പങ്കുകാരാകാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് കർത്താവെ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ മകനെ മകളെ നിന്റെ പരിശുദ്ധ സ്നേഹത്തിൽ തന്നെ ആശീർവദിക്കുന്നു. കർത്താവേ, ഈ കുടുംബങ്ങളെ നിന്റെ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ബന്ധങ്ങളെ, ഇവിടെ വരുമാന മാർഗങ്ങളെ, ഇവിടെ ഭാവി ജീവിതത്തെ, ഇവിടെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെല്ലാം കർത്താവേ നിന്റെ സ്നേഹത്താൽ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുപോകാൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ദോഷപ്പെട്ടുമായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. മക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആയിരിക്കാൻ പറ്റിയത് തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്, മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നത്, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയത് ഒന്നുമല്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, മോളെ മോനെ, തമ്പുരാൻ്റെ സ്നേഹം നിൻ്റെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഏത് വിഷയത്തിൻ്റെ മേലാണോ കടന്നു വരാൻ നീ ആഗ്രഹിക്കുന്നത്, എത്രമാത്രം ആഴമായ പ്രശ്നമാണോ, എത്രമാത്രം ആഴമായ വിശ്വാസത്തോടെ തമ്പുരാനെ ഹൃദയം കൊണ്ട് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന യേശുവേ, യേശുവേ, ആരാധന